എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഖുറേഷി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർ നിങ്ങളിൽ നിന്ന് ഇപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണെന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ ആദ്യത്തെ ആ ചെടിയും പൂക്കളും പൈലായി സ്വീകരിച്ചയുടെ റീഡിങ്ങിലേക്ക് ആദ്യം പോകാം. അവർ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇതാണ്. അവർ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു കുടുംബപരമായ സൗഖ്യമാണ്. ജീവിതത്തിൽ മുഴുവനും നിങ്ങളോടൊപ്പം ജീവിച്ച് ജീവിതം ആസ്വദിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. താൽക്കാലികമായ കാര്യസാധനത്തിന് വേണ്ടിയുള്ള ഒരു പ്രണയമല്ല, ഇഷ്ടമല്ല അവരുടേത്. നിങ്ങളിൽ നിന്നും ധനപരമോ ഭൗതികമായ മൂല്യങ്ങളോ മാത്രമല്ല അവർ ഇഷ്ടപ്പെടുന്നത്. നിങ്ങളാൽ സംരക്ഷിക്കപ്പെട്ട് തലമുറകളായി ജീവിക്കാനും സ്നേഹത്തോടെ വർത്തിക്കാനുമാണ് അവർ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് അവർ സ്വയമേവ സമ്മതിക്കുന്നു. അവർക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ജീവിതത്തിൽ നിങ്ങളുടെ പാരമ്പര്യ മൂല്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തത്വസംഹിതകളും ഒക്കെ അംഗീകരിച്ചുകൊണ്ടും മുന്നോട്ട് പോകാനാണ്. നിങ്ങളെ മറ്റൊരിടത്തേക്ക് പറിച്ചു നടാനോ മറ്റൊരിടത്തേക്ക് നിങ്ങളെ വായിക്കാനോ ഒന്നും അവരിഷ്ടപ്പെടുന്നില്ല. അവരിഷ്ടപ്പെടുന്നത് എന്നെന്നും നിലനിൽക്കുന്ന ഒരു കുടുംബജീവിതമാണ്, സ്നേഹബന്ധമാണ്. നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തെയും മൊത്തത്തിൽ അവർ സ്നേഹിക്കുന്നു. അവർക്ക് മുൻധാരണകളിൽ എന്നെന്നും നിലനിൽക്കുന്ന ഒരു ബന്ധമാണ് അവരുടേത്. പെട്ടെന്ന് കൊഴിഞ്ഞു പോകാതെ, പെട്ടെന്ന് തകർന്നു പോകാതെ ആജീവനാന്ത ബന്ധമാവണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ മനസ്സിൽ ഒറ്റപ്പെട്ട ചിന്തയോ സ്വാർത്ഥതയോ ഒന്നുമില്ല. നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് അവരത് തന്നെയാണ്. വെറുതെ സമയം പാഴാക്കാനോ വെറുതെ പ്രതിസന്ധികൾ ഉണ്ടാക്കാനോ ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല. ജീവിതത്തിൽ എന്നെന്നും സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും വർത്തിക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുണ്ടാകുമ്പോഴും നിങ്ങളെ കൂടി ഉൾക്കൊണ്ട് നിങ്ങളെ കൂടി സ്നേഹിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അവരുടെ ലക്ഷ്യം. ഒരിക്കലും അന്യായമായ ഒരു കാര്യം നിങ്ങളെ സമ്മർദ്ദത്തിലാക്കി നിങ്ങളെ അടിച്ചേൽപ്പിച്ച് നേടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കാൻ പോലും അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുത്ത് നിങ്ങളെ തള്ളിക്കളയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവരുടെ സ്നേഹം എന്നെന്നും വിടർന്നു നിൽക്കുന്നു, എന്നെന്നും എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലുണ്ടാവുന്നു. നിങ്ങൾ ആ വ്യക്തിയോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. ആ വ്യക്തിയുടെ എല്ലാമായി നിങ്ങൾ മാറിത്തീരണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. എപ്പോഴും നിങ്ങൾ അടുത്ത് വേണമെന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സംരക്ഷണം ആ വ്യക്തി ഏറെ കൊതിക്കുന്നു. അടുത്തതായിട്ട് രണ്ടാമത്തെ ഈ പൈലായി സ്വീകരിച്ച ഒരു റീഡിംഗ് ആണ്. നിങ്ങളെ ഒറ്റയ്ക്ക് ലഭിക്കാനാണ് അവരുടെ ആഗ്രഹം. നിങ്ങളെ കൂട്ടത്തോടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റാർക്കും പങ്കുവെക്കാനൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. അവർക്കുള്ള സ്നേഹം നിങ്ങൾ ഒറ്റയ്ക്ക് നൽകണം. അവരെ കൂടാതെ മറ്റാരെയും സ്നേഹിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അക്കാര്യത്തിലാണ് അവർ കൂടുതലും നിങ്ങളോട് ദേഷ്യപ്പെടുന്നത്, നിങ്ങളോട് പിണങ്ങുന്നത്. അവരൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് നിങ്ങൾ നൽകുന്ന സ്നേഹം പങ്കുവെച്ച് പോകാൻ. അതവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. സ്വത്തോ ധനമോ അല്ലെങ്കിൽ മൂല്യങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊരു ഭാവമാണ് അവർക്കുള്ളത്. പലപ്പോഴും നിങ്ങളുമായിട്ടുള്ള പല വഴക്കുകളിലേക്ക് അവർ വന്നതും ഈ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ നിങ്ങളോട് സ്നേഹമുണ്ട്. പക്ഷെ മറ്റുള്ളവരെ അകറ്റി നിർത്തുന്ന ഒരു സ്വഭാവം ആ വ്യക്തിക്കുണ്ട്. നിങ്ങളെ സഹായിച്ച വ്യക്തികളെപ്പോലും ആ വ്യക്തിയുടെ വാശിയാൽ അകറ്റി നിർത്തപ്പെടേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അതിൻ്റെ വേദനയും നിങ്ങളുടെ മനസ്സിലുണ്ട്. പലപ്പോഴും നിങ്ങൾ ആ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴും ആ വ്യക്തി നിങ്ങളോടുള്ള അഗാധമായ സ്നേഹം, ഒരുപക്ഷെ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നതിൻ്റെ ആഴത്രത്തിലാകുമ്പോഴുണ്ടാകുന്ന ഒരു സ്വാഭാവികമായ പ്രതികരണമോ സ്വഭാവമാകാം. പക്ഷേ നിങ്ങളെ കുറിച്ച് വളരെ ആഴത്തിൽ ഇഷ്ടത്തിൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ആ വ്യക്തിക്ക് അങ്ങനെ തോന്നുന്നത്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ ഉണ്ട്.
പലപ്പോഴും സ്നേഹം ആർക്കും പങ്കുവച്ചു കൊടുക്കാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. കാരണമുണ്ട്. ആ വ്യക്തി അങ്ങനെ ഇങ്ങനെ ആരെങ്കിലും ഇഷ്ടപ്പെടുകയോ സ്നേഹിക്കുന്നതല്ല. അങ്ങനെ ഒരു വ്യക്തിയല്ല. വളരെ റെയറായിട്ട് തൻ്റെ ജീവിതത്തിലേക്ക് ആളുകളെ സ്വീകരിക്കുന്നൊരു വ്യക്തിയാണ്. ഒരു സൗഹൃദത്തിനാണെങ്കിൽ പോലും എല്ലാവരോടും സൗഹൃദം സ്ഥാപിക്കാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. രാവും പകലും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ആ വ്യക്തിക്ക് നിങ്ങളെ ഒറ്റക്ക് ലഭിക്കണം. മറ്റാർക്കും നിങ്ങളെ പങ്കുവെക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ധനമോ പണമോ മൂല്യങ്ങളോ ഒന്നുമല്ല, ഭൗതികമായ സ്വത്തുകളോ ഒന്നുമല്ല ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. കേവലം നിങ്ങളുടെ പ്രണയമാണ്, ഇഷ്ടമാണ്. അത് മറ്റാർക്കും നൽകാനോ ആ വ്യക്തിക്ക് തന്നെ സ്വയം നിഷേധിക്കപ്പെടാനോ ആ വ്യക്തി അനുവദിക്കില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കാനിടയായാൽ വലിയ തരത്തിലുള്ള ദുഃഖത്തിന് ആ വ്യക്തി അടിമപ്പെടും, മനസ്സിന് വിഷമം ഉണ്ടാവും. ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് അത് തന്നെയാണ്, നിങ്ങളെ ഒറ്റക്ക് കിട്ടുക എന്നുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.